എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പുതിയൊരു തുടക്കം. എൻ്റെ പേര് മുഹമ്മദ് ഇൻസാഫ്, വർക്കിംഗ് ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഒരു വെബ്സൈറ്റ് ഡെവലപ്പറായ ഞാൻ PHPയിൽ വേർഡ് പ്രസ്, ഡ്രൂപ്പാൽ മുതൽ നോഡ്ജസ്, ഗോലാംഗ്വേജ് എന്നിവ ഉൾപ്പെടെ ജാങ്കോ, റിയാക്ട് ജെഎസ് വരെ എത്തി നിൽക്കുന്നു. ഇതാണ് എൻ്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കരിയർ. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് നീട്ടാതെ നേരെ കാര്യത്തിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് മുഹമ്മദ് ഇൻസാഫ്. വെൽക്കം ടു ദ ന്യൂ മൈൽസ്റ്റോൺ. എനിക്ക് തോന്നിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കണം. പക്ഷേ മൊബൈൽ ആപ്പ് ഉണ്ടാക്കാനുള്ള ഒരു സംഗതി എനിക്കറിയില്ല. എനിക്ക് വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഏത് രീതിക്കും എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ലെവലിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. പക്ഷെ എങ്ങനെ മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആപ്പ് ഉണ്ടാക്കാന്ന് ഒരു ഐഡിയ, ഒരു കുന്നും എനിക്കറിയില്ല. എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം ഒരു ആപ്പ് എനിക്ക് ഉണ്ടാക്കണം. നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ പുതിയ ഒരു ടെക്നോളജി അല്ലെങ്കിൽ പുതിയ ഒരു എമർജിംഗ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് തന്നെ എടുക്കാന്ന് വിചാരിച്ചു. എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഫ്ലട്ടർ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. എന്താണ് ഫ്ലട്ടർ എന്ന് ശരിക്കും എനിക്കറിയില്ല എന്താണ് ഫ്ലട്ടർ. അപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഫ്ലട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൊബൈൽ ആപ്പ് ഉണ്ടാക്കാം. ആൻഡ്രോയിഡ് ആയാലും iOS ആയാലും ഇനി വെബ് ആയാലും നേരെ മറിച്ച് വിൻഡോസ് ആപ്ലിക്കേഷൻ ആയാലും മാക് ആയാലും ലിനക്സ് ആയാലും എല്ലാത്തിനും ഈ ഫ്ലട്ടർ ഒരു കോഡ് ബേസിൽ ഏത് രീതിക്കും നമുക്ക് ഫ്ലട്ടറിനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലായി. അപ്പൊ എന്താണ് ഫ്ലട്ടർ എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഫ്ലട്ടർ ഈസ് ആൻ ഓപ്പൺ സോഴ്സ് UI സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ് ക്രിയേറ്റഡ് ബൈ ഗൂഗിൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് കിറ്റ് ആണ് ഇത്. ഇറ്റ് യൂസ് ടു ഡെവലപ്പ് ക്രോസ് പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻ ഫോർ ആൻഡ്രോയിഡ്, iOS, ലിനക്സ്, macOS, വിൻഡോസ്, ഗ്ലോബൽ ഫിഷ്, അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ വെടിയും ഉപയോഗിക്കാം. ഏതിലേക്ക് വേണമെങ്കിലും നമുക്ക് സെയിം കോഡ് ബേസ് ഉപയോഗിച്ചിട്ട് ഈ ഫ്ലട്ടർ വെച്ചിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലട്ടർ ഇറങ്ങിയത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2015 ദെൻ റിലീസ് ബൈ May 2017. ഇത്രയാണ് ഫ്ലട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള നോളജ്. ഫ്ലട്ടറിന്റെ സൈറ്റ് ഫ്ലട്ടർ ഡെവ് ഏത് സ്ക്രീനിലേക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് ഫ്ലട്ടർ വെച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്ന് ഇവർ വാദിക്കുന്നത്. ഇത് ഫാസ്റ്റ് ആണ്, ഓപ്പൺ സോഴ്സ് ആണ്, ഗൂഗിൾ ആണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ മൾട്ടി പ്ലാറ്റ്ഫോം, സിംഗിൾ കോഡ് ബേസ്, നമ്മൾ സെയിം നേരത്തെ പറഞ്ഞ തന്നെ വീണ്ടും പറയുന്നുണ്ട്. വർക്ക് ഫ്ലോ, ട്രാൻസ്ഫോം, ടേക്ക് കൺട്രോൾ ഓഫ് യുവർ കോഡ് ബേസ് വിത്ത് ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെവലപ്പർ കോഡിംഗ് ആൻഡ് എവറിത്തിങ് എൽസ് യു നീഡ് ടു ബിൽഡ് പ്രൊഡക്ഷൻ ക്വാളിറ്റി ആപ്സ്. ഏതൊരു ആപ്സ് ഉണ്ടാക്കാനും എല്ലാത്തിൻ്റെയും സപ്പോർട്ട് ഈ ഫ്ലട്ടർ തരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരാൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഗൂഗിളാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യുന്നത് ഫ്ലട്ടർ ആണെന്നാണ്. ഇപ്പോൾ യൂസസ് ഫ്ലട്ടർ ടു ചേഞ്ച് വേൾഡ് ഓഫ് മൊബൈൽ ആപ്സ്. അപ്പോൾ ഗൂഗിൾ പേ ആ ഒരു സ്ക്രീൻ നമുക്ക് ഭയങ്കര നല്ലൊരു UI ആയിട്ട് തോന്നുന്നുണ്ട്. ഗൂഗിൾ പേയുടെ ഫ്ലട്ടർ യൂസ് ചെയ്യുന്ന ക്ലയൻസ് ആണ് കാണുന്നത്. ടൊയോട്ട, ഗൂഗിൾ, ഗ്രൂപ്പോൺ, ഗ്രാബ്, eBay തുടങ്ങിയിട്ടുള്ള BMW അടക്കം എല്ലാ ടീമും ഈ ഫ്ലട്ടർ എന്നുള്ള സാങ്കേതിക വിദ്യ അങ്ങനെയൊക്കെ പറയാം ഈ ഒരു ക്രോസ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഫ്ലട്ടർ ഈസ് പവർഡ് ബൈ ഡാർട്ട്. ഡാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ലാംഗ്വേജ് ആണെന്നാണ് തോന്നുന്നത്. അപ്പൊ എനിക്ക് പറഞ്ഞൂടെ എന്താണ് ഈ ഡാർട്ട് എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. കാര്യമായിട്ട് ഞാൻ പൈത്തൺ, PHP, ഗോ ലാംഗ്വേജ്, ജാവ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും എനിക്കറിയുള്ളൂ. കാരണം എനിക്കൊരു വെബ്സൈറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. REST API ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ അറിയും. പക്ഷെ അത് വെച്ചിട്ട് എൻ്റെ ഒരു ആഗ്രഹം ഒരു ആപ്പ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഓപ്പൺ സോഴ്സ് ആക്കി ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം. ഈ ഒരു ഫ്ലട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ആപ്പ് ഉണ്ടാക്കാനാവുന്നത് ഇതിന്റെ ഒരു സീരീസ് ആയിട്ടാണ് ഈ വീഡിയോ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പോവാം. എല്ലാ വീഡിയോ ട്യൂട്ടോറിയലും പോലെ എല്ലാവർക്കും ഈ ഒരു ചാനലിൽ ഈ ഒരു ഫ്ലട്ടർ ഡെവലപ്മെന്റിന്റെ ക്ലാസ് പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കും. നമുക്ക് ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് അത് എങ്ങനെ അടുത്ത സ്റ്റെപ്പ് ആ ഒരു ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് ഫസ്റ്റ് ടു ലാസ്റ്റ് എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യും കാര്യമായിട്ട് എനിക്കും അറിയില്ല അതെങ്ങനെ ചെയ്യും. അപ്പോൾ ഞാനും പഠിക്കാണ്, നിങ്ങളും പഠിക്കാണ്. അപ്പൊ എന്റെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് ഇതിനേക്കാളും നല്ല രീതിക്ക് എങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കായിരിക്കും അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ പറയാൻ പറ്റും. ഞാനും ഇത് പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്റെ അടുത്തും തെറ്റാം, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് പഠിക്കാം. അതാണല്ലോ, ഒരുമിച്ച് നമുക്ക് മുന്നേറാം, ഒരുമിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ഒരു രീതിയിലേക്ക് നമുക്ക് പോകാം. ഫ്ലട്ടർ ആണ് നല്ലത്, ഉപയോഗിക്കുന്നത് നല്ലതാണ്, ഡെവലപ്പ് ചെയ്യാൻ സ്പീഡ് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈറ്റ് എടുത്താൽ flutter.dev എന്നൊരു സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവരുടെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. അപ്പൊ എന്റെ മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ റിയാക്ട് നാറ്റീവിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ? എന്തിന് റിയാക്ട് അല്ലെങ്കിൽ എന്തിന് ഫ്ലട്ടർ ഉപയോഗിക്കണം? വൈ ഫ്ലട്ടർ ഈസ് ബെറ്റർ ദാൻ റിയാക്ട് നാറ്റീവ്? അപ്പൊ ഇതിന് എന്താണ് അവർ പറയുന്നത് നോക്കാം. ഫ്ലട്ടർ ഈസ് easier to use as it is more resistant to system updates. അതായത് ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് അല്ലെങ്കിൽ iOS അപ്ഡേറ്റ് വരുമ്പോൾ ഇത് റെസിസ്റ്റന്റ് അല്ലെങ്കിൽ ഈ കോഡിനൊന്നും പറ്റില്ല. പിന്നെ കോഡ് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇറ്റ് മീൻസ് ദാറ്റ് വെൻ ആൻ iOS സെയിം പറഞ്ഞു. അപ്പൊ ഓൺ ദി കോൺട്രറി റിയാക്ട് നാറ്റീവ് ഡിപ്പെൻഡ്സ് ഓൺ നാറ്റീവ് എലമെന്റ്സ്. അതായത് റിയാക്ട് നാറ്റീവ് എലമെന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ when an update is released some problem may appear എന്നേ പറയുന്നുള്ളൂ, ഉറപ്പായിട്ട് വരുന്നല്ല.
അപ്പോൾ വരാം, അപ്ഡേറ്റ് വരികയാണെങ്കിൽ റിയാക്ട് നാറ്റീവിന്റെ ആപ്ലിക്കേഷന്റെ കോഡ് ബേസ് നമ്മൾ മാറ്റേണ്ടി വരും. ദ ലേറ്റസ്റ്റ് റിസർച്ച് ഫ്രം Statista places Flutter as a leading cross-platform mobile development framework in 2021. ഫ്ലട്ടർ ആണ് ഏറ്റവും നല്ല ലീഡിംഗ് ഡെവലപ്മെന്റ് ഫ്രെയിംവർക്ക് എന്നാണ് പറയുന്നത്. ഇത് രണ്ടും ഉപയോഗിക്കാം, ഓൾമോസ്റ്റ് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈസ് ഫ്ലട്ടർ ബെറ്റർ ദാൻ നാറ്റീവ്? ഡെവലപ്പിംഗ് എ മൊബൈൽ ആപ്പ് വിത്ത് നാറ്റീവ് ടെക്നോളജി ഇംപ്ലൈസ് യൂസിംഗ് ടെക്നോളജി ആൻഡ് ടെക്നിക്സ് സ്പെസിഫൈഡ് ടു എ സിംഗിൾ പ്ലാറ്റ്ഫോം. ഫ്ലട്ടർ ഈസ് ബേസ്ഡ് ഓൺ റൈറ്റ് വൺസ് റൺ എനിവെയർ. ഇതാണ് എല്ലാവരും പറയുന്നത്. ഒരു വട്ടം എഴുതുക, എല്ലായിടത്തും റൺ ചെയ്യാം. അതാണ് ഇപ്പോൾ നമ്മളെ ഉദ്ദേശം. ഒരു കോഡ് അതല്ല, എല്ലാവർക്കും പണി കുറക്കണം. കുറെ കോഡ് ചെയ്താലും കുറെ പഠിച്ചിട്ട് കരുതുന്നു. അപ്പോൾ കുറച്ച് എഴുതിയിട്ട് എല്ലാത്തിലും അപ്ലിക്കബിൾ ആയിട്ട്. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ ആ വെബ്സൈറ്റിന് കോഡ് എഴുതി കഴിഞ്ഞാലും മൊബൈൽ ആപ്പിലേക്കും അത് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു സംഭവമാണത്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫ്ലട്ടർ അതുകൊണ്ടാണ് നാറ്റീവേക്കാളും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് ആപ്സ് ആർ മോർ cost effective. Developing an app with Flutter and React Native saves time, and the result are almost satisfying with the native app. They need shorter development time. ഓക്കെ ആണ് അത്, കാരണം എല്ലാത്തിലേക്കും ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അധികം ടൈം എടുക്കേണ്ടി വരും. ഇത് ഒന്ന് എഴുതിയാൽ പോരെ, ടൈം ഈസ് മണി, കറക്റ്റാണ്. സോ വെൻ എ കമ്പനി സേവ്സ് ടൈം ഓഫ് ഡെവലപ്മെന്റ് ഇറ്റ് അഡീഷണലി സേവ്സ് കോസ്റ്റ്. കാരണം അത് അത്രേ ഉള്ളൂ. ഒരു കോഡ് എഴുതി കഴിഞ്ഞാൽ എല്ലാത്തിലേക്കും അത് വർക്കാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് എഴുതിയാൽ മതിയല്ലോ. നേരെ മറിച്ച് വെബിലേക്ക് അല്ലെങ്കിൽ PHP അല്ലെങ്കിൽ ജാങ്കോ വെച്ചിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കുക. മൊബൈൽ ആപ്പ് വേണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ആപ്പ് വേറെ ചെയ്യുന്നതിനായിട്ട് നല്ലത്. അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആപ്പ് വിൻഡോസിലേക്ക് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ വേണം, അതിന് വേറെ കോഡ് ചെയ്യുന്നതിനായിട്ട് നല്ലത്. ഒറ്റ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാത്തിലും അപ്ലിക്കബിൾ ആവുന്നുണ്ടെങ്കിൽ അതല്ലേ എളുപ്പം. അതാണ് ഇവിടുത്തെ മെയിൻ ഉദ്ദേശം. ഇറ്റ്സ് ലുക്സ് ഗ്രേറ്റ്, സിമ്പിൾ. ഇറ്റ്സ് റിച്ച് ഇൻ വിഡ്ജറ്റ്. വേറെ വിഡ്ജറ്റ് ഇഷ്ടംപോലെ വിഡ്ജറ്റ്സ് അവൈലബിൾ ആണ്. അതാണ് പറയുന്നത്. വിഡ്ജറ്റ്സ് എന്തെങ്കിലും കമ്പോണന്റ് ആയിരിക്കും. കമ്മ്യൂണിറ്റീസ് റാപ്പിഡ്ലി ഗ്രോ, വെൽ സ്ട്രക്ചർഡ് ഡോക്യുമെന്റേഷൻ, വളരെ വൃത്തിക്ക് ഡോക്യുമെന്റഡ് ആണ്. ബിൽഡ് അപ്സ് ഫോർ ദ വെബ്, എല്ലാത്തിനും അത് സെയിം സംഭവം. പിന്നെ കോൺസ്, ഇറ്റ് ഈസ് നോട്ട് നാറ്റീവ്. നാറ്റീവ് അല്ല എന്നാണ് പറയുന്നത്. ദ ആപ്സ് ആർ ബിഗർ ദാൻ നാറ്റീവ് വൺസ്. അപ്പൊ അത്രേ ഉള്ളൂ, അല്ലാതെ വലിയ കുറെ കോൺസ് ഒന്നും അവർ പറയുന്നില്ല. അപ്പൊ നമുക്ക് റിയാക്ട് നാറ്റീവ്, എന്തുകൊണ്ട് റിയാക്ട് നാറ്റീവ് അതെന്താ ഉപയോഗിക്കാൻ പറ്റാത്തത്? റിയാക്ട് നാറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ട് നാറ്റീവ് ഈസ് അനദർ പോപ്പുലർ ക്രോസ് പ്ലാറ്റ്ഫോം ഫ്രെയിംവർക്ക് ഡെവലപ്പ് ബൈ ഫേസ്ബുക്ക്. അതായത് റിയാക്ട് നാറ്റീവ് ഫേസ്ബുക്ക് ആണ് ഉണ്ടാക്കിയത്, ഫ്ലട്ടർ ഉണ്ടാക്കിയത് ഗൂഗിളാണ്. അതാണ് മാറ്റം ഒന്നാമത്. പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇവരൊക്കെ ഊബർ ഈറ്റ്സ്, ഇവരൊക്കെ റിയാക്ട് നാറ്റീവ് ഉപയോഗിക്കുന്നുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, വായിച്ചു നോക്കണമെങ്കിൽ വായിച്ചു നോക്കാം. പിന്നെ റിയാക്ടിൽ കുറച്ച് ഫണ്ടമെന്റൽസും കമ്പോണൻസ്, JSX എന്ന് പറഞ്ഞിട്ട് പ്രോപ്സ്, സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട്. റിയാക്ട് JS കുറച്ചൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് നോളജ് ഉണ്ട് എന്നല്ലാതെ വേറെ കൂടുതലായിട്ടൊന്നും നോളജ് ഇല്ല. അപ്പോൾ ഇനി ഫ്ലട്ടർ ആൻഡ് റിയാക്ട് നാറ്റീവ്, ഇവിടെയാണ് നമ്മുടെ പോയിന്റ്. എന്തുകൊണ്ട് റിയാക്ട് നാറ്റീവ് ഉപയോഗിക്കണ്ട അല്ലെങ്കിൽ ഫ്ലട്ടർ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഫ്ലട്ടർ ഉപയോഗിക്കണ്ട എന്നൊക്കെ പറയാൻ കാരണം, both Flutter and React Native are excellent framework for developing cross-platform mobile application, and they have a lot in common. In the programming language, React Native uses JavaScript and Flutter uses Dart. അത് ഉപയോഗിച്ചുകൊണ്ടെന്താണ് മെച്ചം? എന്താണ് പേര്? As we can see now, Flutter and React Native have many things in common. Okay, first and foremost, they are both open source framework that anyone can use. Okay, അതൊന്നും സംബന്ധിച്ചു. The both are developed by leading companies. ഒന്ന് ഗൂഗിളാണ്, ഒന്ന് ഫേസ്ബുക്ക് ആണ്. സംബന്ധിച്ചു. To compare basic about Flutter and React Native, you can check by this info by NX. 2019 React Native 42%. 2020 ആകുമ്പോൾ ഫ്ലട്ടറിന്റെ എമൗണ്ട് കൂടി. ഡാർട്ടും ജാവാസ്ക്രിപ്റ്റും നമ്മളുടെ സ്പീഡിലാണ് നോക്കേണ്ടത്. അപ്പൊ എന്താണ് ഡാർട്ട് എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ജാവാസ്ക്രിപ്റ്റ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡ്, അതായത് ക്ലൈന്റ് സൈഡിലാണ് കണ്ടുണ്ടാവും. എന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ജാവാസ്ക്രിപ്റ്റ് അത്യാവശ്യം നമുക്ക് അറിയാം, പക്ഷെ ഡാർട്ടിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഡാർട്ട് യൂസ് ജാവാസ്ക്രിപ്റ്റ് ഓവറോൾ പെർഫോമൻസ് കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് റിയാക്ട് നാറ്റീവില് ജനറേറ്റ് ഒരു കമ്പാരിസൺ കറക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലട്ടറിൽ 3 ഉപയോഗിക്കുന്നോട്ട് റിയാക്ട് JS 6 സെക്കൻഡ് ഉപയോഗിക്കും അതാണ് പറയുന്നത്. അപ്പൊ മെമ്മറി കൺസെപ്ഷൻ നോക്കുകയാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് 67 ഉപയോഗിക്കേണ്ടത് ഫ്ലട്ടർ 150 കേക്ക് ഉപയോഗിക്കും. CPU ഇന്റൻസീവ് ടെസ്റ്റ് വിത്ത് ബ്രോണീസ് അൽഗോരിതം ടാസ്ക്, ഇതിൽ റിയാക്ട് നാറ്റീവ് 582 മില്ലി സെക്കൻഡ് iOS എടുക്കുന്നുണ്ട്. നേരെ മറിച്ച് ഫ്ലട്ടറിൽ 150 ആവുന്നുള്ളൂ. പക്ഷെ അത് നേരെ കറക്റ്റ് നാറ്റീവിലേക്ക് വരുന്ന സമയത്ത് 26 മില്ലി സെക്കൻഡ്. ആപ്പ് ഡെവലപ്മെന്റിൽ ഏകദേശം ഫ്ലട്ടർ ആണ് റിയാക്ട് നാറ്റീവിനെക്കാട്ടിലും നല്ലത് എന്ന് വേണമെങ്കിൽ പറയാം. വെബിൽ നോക്കുമ്പോൾ റിയാക്ട് ഈസ് ദ കിങ് ഓഫ് വെബ്സൈറ്റ് ഡെവലപ്മെന്റ്. അതാണ് പോയിന്റ്. വെബിലേക്ക് വരുന്ന സമയത്ത് റിയാക്ട് ഈസ് ദ കിങ്. വെബിന് അത്ര നല്ലതല്ല ഫ്ലട്ടർ എന്നാണ് ഇവർ പറയുന്നത്. സോ അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ റിയാക്ട് നാറ്റീവിൽ തുടങ്ങണോ അല്ലെങ്കിൽ ഫ്ലട്ടറിൽ തുടങ്ങണോ?
ഫ്ലട്ടർ ആവുന്ന സമയത്ത് ഡെസ്ക് ആപ്ലിക്കേഷൻ അത് കിടിലാണ്. ആപ്ലിക്കേഷൻ ലെവൽ നോക്കുമ്പോൾ ഫ്ലട്ടർ ആണ് നല്ലതെന്നാണ് അവർ പറയുന്നത്. അപ്പൊ എന്തിന് നമ്മൾ ഫ്ലട്ടർ ഉപയോഗിക്കണം എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ഫ്ലട്ടർ ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ റിയാക്ട് നേറ്റീവ് ഉപയോഗിച്ച് നമുക്ക് ആപ്പ് ഉണ്ടാക്കണം? ഈ രണ്ടായാലും ഏതായാലും നമുക്ക് സീറോ നോളജാണ്. അത് ഒരു നോളജും ഇല്ല, ഒരു കുന്തം അറിയില്ല. ഫ്ലട്ടർ ആയി കഴിഞ്ഞാലും റിയാക്ട് നേറ്റീവ് ആയി കഴിഞ്ഞാലും ഒന്നും അറിയില്ല. അപ്പോൾ ഏതാണ് ബെസ്റ്റ് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ചൂസ് ചെയ്യണം. നമുക്ക് ബാക്കെൻഡ് നമുക്ക് ജാംഗിൾ ചെയ്ത് കഴിഞ്ഞാലും ഫ്രണ്ട് എൻഡ് ഏത്, അല്ലെങ്കിൽ എനിക്കൊരു ആപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രണ്ട് എൻഡ് ഏത് ഉപയോഗിക്കണം എന്നുള്ളതിലാണ് നമുക്ക് ഡൗട്ട്. അടുത്ത ഈ ഒരു സീരീസിന്റെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും, ഫ്ലട്ടർ വേണോ റിയാക്ട് നേറ്റീവ് വേണോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോക്ക് ഒരു വിരാമം കൊടുക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ്.